ബിജെപിയുടെ സമാരാധനായ നേതാവും കേന്ദ്രമന്ത്രിയുമായ ശ്രീ വി മുരളീധരൻ അവർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയാണ്. भारत माता की, भारत माता की नमस्कारम. एनडीए लीडर्स, कार्यकर्ता, sisters and brothers, it is a delight to be among you. This is the blessed land of the Sri Ananta Padmanabha Swami Temple. I had the opportunity of praying there about 2 years ago. This is also the land of the Attakal Bhagavati Temple. I go to Mother Attukalamma. I pay my respect to the Bilyani Devi Temple and Ajimala Mahadeva Temple. This is a city of social reform, thanks to the association between Narayan Guru and Mahatma Ayankali. It is a city of learning due to the link with greats like Chattapati Swanikal. It is a city of culture. Who can forget King Swati Thirunal Ramavarma and Raja Ravi Verma? And this is a city of courage seen through the success of King Martand Verma. നമസ്കാരം. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ മണ്ണ് അനുഗ്രഹീതമായിട്ടുള്ള മണ്ണാണ്. അനന്ത പത്മനാഭസ്വാമിയുടെ മണ്ണ്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപ് എനിക്കവിടെ പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടായി. ഇത് ആറ്റുകാലമ്മയുടെ മണ്ണാണ്. ഞാൻ ആറ്റുകാലമ്മയെ വണങ്ങുന്നു. വെള്ളായണി ശ്രീ ഭദ്രകാളിയെ വണങ്ങുന്നു. ആഴിമല ശ്രീ മഹാദേവനെ വണങ്ങുന്നു. ഈ നഗരം ശ്രീനാരായണ ഗുരുദേവന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും കർമ്മമണ്ഡലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നഗരം സാമൂഹ്യ നവോത്ഥാനത്തിന്റെ നഗരമാണ്. ഈ നഗരം ചട്ടമ്പി സ്വാമികളുടെ പ്രവർത്തന മണ്ഡലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നഗരം അറിവിന്റെ നഗരമാണ്. ഈ നഗരം സ്വാതി തിരുനാളിന്റെയും രാജാ രവിവർമ്മയുടെയും പ്രവർത്തനത്തിന്റെ കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നഗരം സാംസ്കാരിക നഗരമാണ്. മാർത്താണ്ഡവർമ്മയുടെ ധീരോദത്തമായിട്ടുള്ള പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങൾക്ക് വേദിയായിരുന്ന നഗരമാണ്. അതുകൊണ്ട് ഇത് പരാക്രമത്തിന്റെ നഗരമാണ്. Friends, my first rally today was in the cultural city of Madurai. Then I went to the land of Lord Ayappa. Then after that, I rode rally in the coastal part of Tamil Nadu. And now
on this lovely evening, in this lively stadium, I am among you all. The capital of Kerala has a special link with BJP. Our first ever seat in the Kerala Assembly came from this part of the state. Friends, this rally in Thiruvananthapuram is my last rally during this campaign season in the south. I have travelled to Puducherry, Tamil Nadu and Kerala. There is a huge wave of support for NDA in these states and union territory. The people see our party and alliance as the best suited alliance to address the development needs of society. Our alliance understands national interest and regional aspirations. We are believers in federal structure of India. I would urge my sisters and brothers of Kerala, Tamil Nadu and Puducherry to bless NDA in the upcoming polls. സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ ആദ്യത്തെ സമ്മേളനം അത് സാംസ്കാരിക നഗരമായിട്ടുള്ള മധുരയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അയ്യപ്പന്റെ മണ്ണിലേക്ക് പോയി. അതിനുശേഷം തമിഴ്നാടിന്റെ തീരപ്രദേശത്ത് അത്യുജ്വലമായിട്ടുള്ള മറ്റൊരു റാലിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഈ സുന്ദരമായിട്ടുള്ള സായാഹ്നത്തിൽ, ഈ അതിസുന്ദരമായിട്ടുള്ള ഈ സ്റ്റേഡിയത്തിൽ നിങ്ങളോടൊപ്പം എത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. കേരളത്തിന്റെ ഈ തലസ്ഥാന നഗരത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് ഒരു പ്രത്യേക ബന്ധമുണ്ട്. കേരളത്തിന്റെ നിയമസഭയിൽ ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അംഗത്വം നൽകിയത് ഈ തലസ്ഥാന നഗരിയാണ്. സുഹൃത്തുക്കളെ, ഈ സമ്മേളനം ദക്ഷിണേന്ത്യയിൽ ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് കാലത്തെ അവസാനത്തെ സമ്മേളനമാണ്. പുതുച്ചേരിയിലേക്കും തമിഴ്നാട്ടിലേക്കും കേരളത്തിലും യാത്ര ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവസരമുണ്ടായി. ഈ സംസ്ഥാനങ്ങളിലെല്ലാം പോണ്ടിച്ചേരി ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും വലിയൊരു തരംഗമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ നമ്മുടെ സഖ്യത്തെയും ഈ പാർട്ടിയെയും ഈ നാടിന്റെ വികസന ആവശ്യങ്ങൾ, വികസന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ കഴിയുന്ന മുന്നണിയും പാർട്ടിയുമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ പാർട്ടി ജനങ്ങൾ കാണുന്നത് പ്രാദേശികമായിട്ടുള്ള അഭിലാഷങ്ങളും ദേശീയമായിട്ടുള്ള താല്പര്യങ്ങളും ഇതെല്ലാം തന്നെ മനസ്സിലാക്കുന്ന ഒരു മുന്നണിയായിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തെ ജനങ്ങൾ കാണുന്നത്. നമ്മൾ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ വേദിയിൽ നിന്ന് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പോണ്ടിച്ചേരിയിലെയും ജനങ്ങളോട്, സഹോദരന്മാരോട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ പിന്തുണയ്ക്കൂ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ അനുഗ്രഹിക്കൂ. Friends, in Kerala, the people of the state are convinced on two things. First, UDF and LDF are twins.
They are twins of misgovernance, corruption, political violence, communalism, casteism, cronyism, nepotism, and more. The political picture in West Bengal is clear to everyone. Election after election, Congress and left are getting closer. The logical step after such closeness is a full merger of Congress and left. They can call the new party CCP, Comrade Congress Party. Second, because they are twins, UDF lacks the ability and willingness to defeat LDF. No wonder there is a surge of support in favor of NDA. സുഹൃത്തുക്കളെ, കേരളത്തിലെ ജനങ്ങൾ അവർക്ക് രണ്ട് കാര്യങ്ങളിൽ പൂർണ്ണ ബോധ്യമുണ്ട്. ഒന്ന്, ഈ UDF-ഉം LDF-ഉം അവര് ഇരട്ട സഹോദരന്മാരാണ്. അവര് ദുർഭരണത്തിൽ ഇരട്ട സഹോദരന്മാരാണ്, അഴിമതിയിൽ ഇരട്ട സഹോദരന്മാരാണ്, രാഷ്ട്രീയ ഹിംസയിൽ, രാഷ്ട്രീയ അക്രമങ്ങളിൽ ഇരട്ട സഹോദരന്മാരാണ്, വർഗീയതയിൽ ഇരട്ട സഹോദരന്മാരാണ്, ജാതീയതയിലും സ്വജന പക്ഷപാതത്തിലും അങ്ങനെ നിരവധി കാര്യങ്ങളിൽ അവർ ഇരട്ട സഹോദരന്മാരാണ്. അവര് ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ്. അവർ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ ഈ അടുപ്പം കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അവരിങ്ങനെ രണ്ടായി നിൽക്കേണ്ട കാര്യമില്ല. അവർ പരസ്പരം ലയിക്കണം, ലയിച്ചുകൊണ്ട് ഒറ്റ പാർട്ടിയാക്കണം. എന്നിട്ടതിന് CCP എന്ന് പേരിടാം, കോമ്രേഡ് കോൺഗ്രസ് പാർട്ടി, അങ്ങനെ ഒരു പേരിടാം. രണ്ടാമത്തെ കാര്യം, ജനങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള രണ്ടാമത്തെ കാര്യം UDF-ന് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനുള്ള താൽപര്യമോ കഴിവോ ഇല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഒരത്ഭുതവുമില്ല, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് വലിയൊരു ജനപിന്തുണ, ആ ജനപിന്തുണയാണ് ഇപ്പോ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. Friends, the rise in NDA